ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് വന്നേക്കാണ്. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ്. അപ്പൊ എല്ലാവരും സംശയം തോന്നി എന്തായി പറയുന്നത്. ഓൾറെഡി നമുക്കറിയാം ഏരിയ അണ്ടർ ദ കർവ്, അതായത് ഒരു കർവ് ഉണ്ട്, ആ കർവിന്റെ അണ്ടറിൽ ഒരു ഏരിയ ഉണ്ട്. അതിനെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഒരുപാട് റെക്ടാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ഒക്കെ ചെയ്യുന്നത്. ഇതെന്താണ് ഏരിയ ബിറ്റ്വീൻ ദ കർവ്? ബേസിക്കലി വേറൊന്നുമില്ല, രണ്ട് കർവുകളുടെ ഇടയിലുള്ള ഏരിയ. ഓക്കെ, അത് തന്നെയാണ് ഈ പറയുന്നത്. ഓക്കെ, സപ്പോസ് ഈ എക്സാമ്പിളിൽ ഈ മേളിൽ കാണുന്ന ഈ ഓറഞ്ച് കർവ് ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് അതിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടൊക്കെ അതിന്റെ വാല്യൂ ഉണ്ട്. പക്ഷെ ഇത്രയും പാർട്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഇന്റർസെക്ട് ചെയ്യുന്നതിന്റെ ആ ഗ്യാപ്പിലുള്ള. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഓറഞ്ച് ഫംഗ്ഷനും ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലൂ ഫംഗ്ഷനും. ഇതിനും ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഇങ്ങനെ പാർട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇന്റർസെക്ഷൻ പോയിന്റോട്ടുള്ള മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്ക്. രണ്ട് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഓറഞ്ച് ലൈനിൽ മീൻസ് ഓറഞ്ച് കളറിൽ കാണിക്കുന്ന കർവ് ഒരു ഫംഗ്ഷൻ, ബ്ലൂ കളറിൽ കാണിക്കുന്ന കർവ് ഒരു ഫംഗ്ഷൻ. എനിക്ക് ഇവളുടെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കേണ്ടത് എന്ത് വേണ്ട, ഈ ഏരിയ. ഓക്കെ, ഈ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഏരിയ കണ്ടുപിടിക്കാൻ ഒറ്റ ഇതേ ഉള്ളു. അതായത് ഈ കാണുന്ന ഓറഞ്ച് കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ കാണുന്ന ബ്ലൂ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഈ കാണുന്ന ഓറഞ്ച് കർവിന്റെ അണ്ടറിലുള്ള ഏരിയന്ന് ഈ കാണുന്ന ബ്ലൂ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഇത്രയും കിട്ടും. അതായത് ബേസിക്കലി എന്ത്, ഈ കാണുന്ന ഓറഞ്ച് കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത്രയും കിട്ടും. ബ്ലൂ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത്രയും കിട്ടും. എന്നിട്ട് ഈ മൊത്തത്തിൽ നിന്ന് ഇത്രയും മാത്രം സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഇത്രയും കിട്ടൂല്ലേ. ഓക്കെ, അത് തന്നെ, ഇത്രയേ ഉള്ളൂ. അതാണ് മെയിൻ സാധനം. ഓക്കെ, നമുക്ക് അതിന് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. എന്താണ് എക്സാമ്പിൾ? ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മുടെ ഒരു കർവ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ, രണ്ടാമത്തെ കർവ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് മൈനസ് 2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം? ആദ്യം ഇവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഓൾറെഡി അറിയാം എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 2 ആണ്. നമുക്കപ്പോൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 2 അല്ലേ, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലേ. അപ്പൊ ഇവിടുത്തെ എക്സിൽ നമുക്ക് വൈ സ്ക്വയർ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ, വൈ സ്ക്വയർ ഈക്വൽ ടു വൈ പ്ലസ് 2, വൈ സ്ക്വയർ മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0. ഏറ്റവും ലാസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വൈ മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു 0. സോ വൈയുടെ വാല്യൂ എന്തോന്നൊക്കെയാ? വൈയുടെ വാല്യൂ പ്ലസ് 2 കിട്ടും മൈനസ് 1 കിട്ടും. ഓക്കെ, നമുക്ക് വൈയുടെ വാല്യൂ കിട്ടിയത് പ്ലസ് 2 മൈനസ് 1. അങ്ങനെ നമുക്ക് സിംപ്ലി എക്സ് കണ്ടുപിടിക്കാമല്ലോ. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ അല്ലേ. അപ്പൊ ഈ വൈക്ക് വാല്യൂസ് ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് എക്സ് വാല്യൂയും കിട്ടുമല്ലോ. അങ്ങനെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടും. ഏതൊക്കെ? 1ഉം മൈനസ് 1ഉം 4ഉം 2. ഈ 1ഉം 4ഉം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ വൈക്ക് മൈനസ് 1ഉം വൈക്ക് 2ഉം നമ്മൾ ഓൾറെഡി മേളിൽ കണ്ടുപിടിച്ച പോയിന്റ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് എക്സിന് 1ഉം എക്സിന് 4ഉം കിട്ടും. അത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടി, 1 മൈനസ് 1ഉം 4 2. ഇനി ഇതെങ്ങനെ ഇരിക്കും വിഷ്വലി ഈ രണ്ട് ഫംഗ്ഷനോടെ എന്താ കമ്പൈൻ ചെയ്താ? കാണിച്ചു തരാം. കണ്ടേ, ഇത് കണ്ട ഇങ്ങനെ ഇരിക്കും. മനസ്സിലായി? ഓക്കെ, ഈ കാണുന്ന ഈ ഓറഞ്ചും ബ്ലൂ പാർട്ടൂടെ ചേരുന്നതാണ് നമ്മുടെ എന്ത്, ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഈ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഈ കാണുന്ന ഓറഞ്ചും ബ്ലൂവും കൂടെ ചേർന്ന ഈ കർവ്. ഈ കാണുന്ന പിങ്ക് ലൈൻ അല്ലെ റെഡിഷ് ലൈൻ ആണ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് 2 അല്ലെ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 2 എന്ന് പറഞ്ഞ എന്ത്, നമ്മുടെ രണ്ടാമത്തെ ലൈൻ. ഓക്കെ, ഇവരുടെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കാണുന്ന കർവിന്റെ ഏരിയ ഈ കാണുന്ന കർവിന്റെ അണ്ടറിലുള്ള ഏരിയ മൈനസ് ഈ കാണുന്ന കർവിന്റെ അണ്ടറിലുള്ള ഏരിയ എടുത്താൽ മതി എന്ന്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ടോപ്പ് മോസ്റ്റ് പാർട്ടും ഒന്ന് ബോട്ടം പാർട്ടും. ഓക്കെ, അതായത് നമുക്ക് ഈ കാണുന്ന ഓറഞ്ച് പാർട്ടിനെ മാത്രം ടോപ്പ് മോസ്റ്റ് പാർട്ട് എന്ന് വിളിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന ബ്ലൂ പാർട്ടിനെ റെഡിഷ് പാർട്ടിനെ നമുക്ക് ബോട്ടം പാർട്ട് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, അതെങ്ങനെയാ ഈ കാണുന്നത് ഈ ഓറഞ്ച് ബ്ലൂ ഒറ്റ കർവിന്റെ പാർട്ടല്ലേ, പിന്നെ എങ്ങനെ അതിനെ മുറിച്ച് രണ്ട് പാർട്ടാക്കുന്നത്? വെയിറ്റ് പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്താണ് ആക്ച്വലി ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിച്ച് യൂസ് ചെയ്യുന്നത്? ഒരുപാട് കൊച്ചു റെക്ടാങ്കിൾസ് ആക്കി മുറിക്കും. ഓക്കെ, ഇൻഫൈനൈറ്റ് ആയിട്ട് മുറിക്കും. നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ റെക്ടാങ്കിൾസ് ആയിട്ട് നോർമലി കാണിക്കും. ബേസിക്കലി ഒരുപാട് റെക്ടാങ്കിൾസ് ആയിട്ട് മുറിക്കും. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ റെക്ടാങ്കിൾസ് ആയിട്ട് മുറിക്കുകയാണ്. റെക്ടാങ്കിൾസ് ആയിട്ട് മുറിച്ചാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ ഓരോ റെക്ടാങ്കിളിന്റെ വിഡ്ത്തും dx ആയിരിക്കും. ഓക്കെ, ഈ റെക്ടാങ്കിള്
ഓരോ റെക്റ്റാങ്കിളിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഓറഞ്ച് കർവീന്ന കണ്ടോ കണ്ടോ നോക്കി ഈ ഓരോ റെക്റ്റാങ്കിളുകളും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഓറഞ്ച് കർവീന്ന ഓക്കെ എന്ത് ചെയ്യുന്നത് ഇവിടം തൊട്ട് ഇത്രയും വരേക്കും ഈ ബ്ലൂ പാർട്ടിലും ഇവിടം തൊട്ട് അങ്ങോട്ട് ഈ റെഡിഷ് പാർട്ടിലും ഓക്കെ നിങ്ങൾക്ക് കറക്റ്റ് വ്യത്യാസം മനസ്സിലായി ഈ കാണുന്ന ഓരോ കൊച്ചു കൊച്ചു റെക്റ്റാങ്കിൾസ് നമ്മൾ വരച്ചല്ല ഓക്കെ ഈ റെക്റ്റാങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്ക് ഈ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന ഇതിന്റെ മേൽഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന ഈ ഓറഞ്ചിന്ന് ഇതാണ് സെക്കൻഡ് റെക്റ്റാങ്കിൾ ഇതിന്റെ മേൽഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് അങ്ങനെ അവസാനത്തെ റെക്റ്റാങ്കിൾ എടുത്താലും ഇതാണ് അവസാനത്തെ റെക്റ്റാങ്കിൾ ആണ് സൂമിൻ ചെയ്ത് നോക്കിയാൽ ഓക്കെ അവസാനത്തെ റെക്റ്റാങ്കിൾ ഇതിന്റെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന് ഈ ഓറഞ്ച് ഓക്കെ ഈ റെക്റ്റാങ്കിൾ നോക്ക് ഇതിന്റെ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന ഈ ഓറഞ്ച് ആണൊക്കെ ഇനി ഇതാ ഈ പാർട്ട് എടുത്ത് നോക്കുക നമ്മുടെ ഫസ്റ്റ് റെക്റ്റാങ്കിളിന്റെ ടോപ്പും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന ഈ ഓറഞ്ചിന് സോ ബേസിക്കലി പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ റെക്റ്റാങ്കിളുകളുടെ ടോപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓറഞ്ചിനാണ് സോ അതാണ് നമ്മുടെ ടോപ്പ് പാർട്ട് ബോട്ടം എന്ന് പറയുന്ന ബോട്ടത്തിൽ ഇവരെ രണ്ടുപേരെയും ഞാൻ അതായത് ഈ ബ്ലൂ പാർട്ടിനെ റെഡിഷ് പാർട്ടിനെ ഞാൻ ബോട്ടം എന്ന് വിളിക്കാൻ കാര്യം എന്താ നോക്ക് ഇവിടം തൊട്ട് ഇവിടം വരേക്കും ഈ റെക്റ്റാങ്കിളുകളുടെ എല്ലാത്തിന്റെ ബോട്ടം പാർട്ട് വന്ന് നിൽക്കുന്നത് ഈ ബ്ലൂ കർവിന്റെ സൈഡിലാണ് കണ്ട പക്ഷെ ഇവിടം കഴിഞ്ഞ് അങ്ങോട്ട് കണ്ട ഇവിടം കഴിഞ്ഞ് ഇവിടം തൊട്ട് അങ്ങോട്ട് ഈ ഓരോ റെക്റ്റാങ്കിളുകളുടെയും ബോട്ടം പാർട്ട് വന്ന് നിൽക്കുന്നത് ഈ റെഡിഷ് പാർട്ടിലാണ് സോ നമുക്ക് രണ്ട് ബോട്ടം ഉണ്ട് ഓക്കെ അല്ലെ ബോട്ടം തന്നെ രണ്ട് കർവിന്റെ പാർട്ട് ഒന്ന് ഈ ബ്ലൂയിഷ് പാർട്ടും ഒന്ന് ഈ റെഡിഷ് പാർട്ടും ഓക്കെ അത് മനസ്സിലായല്ല നമുക്ക് വേണ്ടുന്ന ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഇതാ ഇത്ര ഏരിയ ആണ് ആണേ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഓരോ കൊച്ചു കൊച്ചു റെക്റ്റാങ്കിൾസ് ഉണ്ട് ഓരോന്നിന്റെയും വിഡ്ത്ത് dx നമുക്കപ്പോൾ എന്ത് ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ രണ്ട് പാർട്ടാക്കാം ഓക്കെ രണ്ട് പാർട്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്ക് ഈ താഴത്തെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടില്ലേ അതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കാം ആ ഇന്റർസെക്ഷൻ പോയിന്റ് ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ x = 1 അത് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി ഇന്റർസെക്ഷൻ പോയിന്റ് അറിയില്ല 1 - 1 അപ്പൊ ആ പോയിന്റിലേക്ക് കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ആ വെർട്ടിക്കൽ ലൈൻ ഇക്വേഷൻ x = 1 ആണല്ലോ സോ ബേസിക്കലി ഇതാണ് x = 1 ഞാൻ എന്തിനാണ് ഈ ലൈൻ ഇങ്ങനെ വരച്ചത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അത് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാ ഓക്കെ ഇനി ഞാൻ എന്താണ് ആക്ച്വലി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം ഇത്രയും പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കും ഓക്കെ അതിന്റെ കൂടെ ഈ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിച്ച് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പോവുക മനസ്സിലായോ ഓക്കെ അതായത് ഇത്രയും പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഈ പാർട്ടിന്റെ ഏരിയ കൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാ ഓക്കെ ഇനിയാണ് നമ്മുടെ ആക്ച്വൽ തിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നത് എന്താണ് ഒരു പരാബോളയല്ലേ പരാബോളയുടെ ഇക്വേഷൻ എന്താണ് x = y² എന്ന് പറഞ്ഞ പരാബോള അല്ലേ ഇവിടെ x = y² എന്ന് ഞാൻ പറഞ്ഞ y എന്തോന്നാവാം √(x) വരാവേ പക്ഷെ അവിടാണ് ഒരു പ്രശ്നം +or - √(x) മനസ്സിലായി വെറുതെ അങ്ങ് √(x) എന്ന് എഴുതാൻ പറ്റില്ല +or - √(x) അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ടോപ്പ് മോസ്റ്റ് പാർട്ട് എല്ലാം +√(x) ഈ കാണുന്ന ബോട്ടം മോസ്റ്റ് പാർട്ട് എല്ലാം -√(x) ആയിരിക്കും മനസ്സിലായോ ഓക്കെ ഇനി ഞാൻ എന്താ പറഞ്ഞല്ലേ ഏരിയ നമുക്ക് രണ്ട് പാർട്ടായിട്ട് കണ്ടുപിടിക്കാന്ന് ഒന്ന് ഈ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടും ഒന്ന് ഈ റൈറ്റ് മോസ്റ്റ് പാർട്ടും അങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് വേണ്ടുന്ന ടോട്ടൽ ഏരിയ കിട്ടും ഇനി ലെഫ്റ്റ് മോസ്റ്റ് പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാ അപ്പോൾ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ രണ്ട് കർവുകളായിട്ട് നമുക്ക് ചിന്തിക്കാം ഇതിനെ ഏത് √(+x) ഈ കാണുന്ന ഈ ഓറഞ്ച് പാർട്ട് ഏത് ഇത്ര ഏരിയയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത്ര ഏരിയയുടെ പാർട്ട് മാത്രം ഓക്കെ ഇതിന്റെ ഈ ഓറഞ്ച് പാർട്ട് എവിടെ ഇവിടെ തൊട്ട് ഇവിടം വരെ അതിന്റെ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ y = +√(x) ഓക്കെ ബോട്ടം കർവ് ഏതാ ഇവിടുത്തെ y = -√(x) സോ എനിക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ബിറ്റ്വീൻ ദിസ് ടു കർവുകളാണ് ഇവിടെ ഓക്കെ ഈ രണ്ട് കർവുകളാണ് ഓക്കെ അതായത് y = +√(x) എന്ന് പറഞ്ഞത് y = -√(x) എന്ന് പറഞ്ഞ കർവുകളുടെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓഫ് √(x - -√(x) the whole dx from 0 to 1 ഓക്കെ എന്താന്ന് മനസ്സിലായില്ലേ ജസ്റ്റ് പറഞ്ഞുതരാം അതായത് ഈ കാണുന്ന y = +√(x) ഉം y = -√(x) ഇടയിൽ നമ്മൾ ഒരുപാട് കൊച്ചു റെക്റ്റാങ്കിൾസുകളെ വരച്ച ഓർമ്മയുണ്ടോ ഈ ഓരോ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് എന്തോന്നാ dx നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ഓരോ റെക്റ്റാങ്കിളിന്റെ ഓക്കെ ഇനി
ഓരോ റെക്റ്റാങ്കിളിന്റെയും ഹൈറ്റ് എന്തോന്നാ? ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ പറയാം, ഈ റെക്റ്റാങ്കിൾ എടുത്താൽ ഈ റെക്റ്റാങ്കിളിന്റെ ഈ പാർട്ട്, ഓക്കെ, ഈ പാർട്ടിലെ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം y ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ്. സോ ഇതിന്റെ ഹൈറ്റ് എന്താ വെച്ചാൽ ഈ റെക്റ്റാങ്കിളിന്റെ ഈ ഹൈറ്റ് എന്താ വെച്ചാൽ y ഈസ് ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഈ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് എന്താ വെച്ചാൽ y ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഈ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് എന്താ വെച്ചാൽ y ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഏത്? ഈ ടോപ്പ് മോസ്റ്റ് പാർട്ട്. ഓക്കെ, ഇത് 0. അതായത് ഈ കാണുന്ന ലൈനാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, അപ്പം ഇത് 0യും ഇത് y ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഓക്കെ, അതുപോലെ ഇത് 0യും ഇത് y ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും മാത്രം പാർട്ടല്ലല്ലോ, എക്സാക്ട്ലി അതേ ഈക്വൽ ലെങ്ത് താഴോട്ടും കൂടെ പോയില്ലേ? ഓക്കെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാവും, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇത് എക്സാക്ട് സിമ്മട്രിയാ. സോ ഈ റെക്റ്റാങ്കിളിന്റെ നടുക്കൂടാണ് ഈ വര പോകുന്നത്. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ മേളിലുള്ള ഇത്രയും ഹൈറ്റ് തന്നെ ആയിരിക്കും ഓരോ റെക്റ്റാങ്കിളിന്റെ താഴെയുള്ള അത്രയും ഹൈറ്റ്. ഓക്കെ, ആൻഡ് ഈ എക്സാക്ട്ലി നടുക്കൂടെ പോകുന്നതാണ് 0. അപ്പം ഇത് 0 ആണെങ്കിൽ ഈ കാണുന്ന ഇത്രയും വരെയുള്ള ഹൈറ്റ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ എന്തായിരിക്കും ലോജിക്കലി ഇതിന്റെ ഫുൾ ഹൈറ്റ്? എന്തായിരിക്കും? 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് വലുതല്ലേ? അതായത് ഞാൻ ഇവിടെ സൈനോ ഒന്നുമല്ല ചിന്തിക്കാൻ പറയുന്നത്, കണ്ണ് തുറന്ന് വിഷ്വലി നിങ്ങളോട് നോക്കാനാണ് പറയുന്നത്. അതായത് ഈ കാണുന്ന ലൈൻ, ഈ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ 0 ആണ്. ഓക്കെ, നമുക്കറിയാം ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ് ആണ്. ആൻഡ് ഇതേ എക്സാക്ട് ഹൈറ്റ് തന്നെ ആയിരിക്കും താഴോട്ടും, കാരണം ഒരു സിമ്മട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ ടോട്ടൽ ഹൈറ്റ് എന്തായിരിക്കും? 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് അല്ലേ? കാരണം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ ശരിക്കും നോക്കിയാൽ ഇതിന്റെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് അല്ലേ? ഇവിടെ എന്താണ് കാണുന്നത്? 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് അല്ലേ? ഇവിടെ എന്താ കാണുന്നത്? 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് അല്ലേ? ഓക്കെ, അതല്ലേ ആക്ച്വലി. ഇനി ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരാ? 0. എൻഡിങ് പോയിന്റ് ആരാ? വേണ്ട, y ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0യും എൻഡിങ് പോയിന്റ് എക്സ് ഈക്വൽ ടു 1. അതല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, 0 to 1 റൂട്ട് ഓഫ് എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് വരുമ്പോൾ എന്താവും? റൂട്ട് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ്, അതെന്താവും? 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ്. ഓക്കെ, 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. നിങ്ങൾക്ക് ലോജിക്കലി മനസ്സിലായി? ഇത് സൈൻ പ്രകാരം നോക്കിയാൽ, ഓക്കെ, സൈൻ പ്രകാരം നോക്കിയാൽ ഇങ്ങനെ വരും. എന്ത്? ഈ കാണുന്ന ഇതേ മൈനസ് ഈ കാണുന്ന ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആൻഡ് ഇവിടുത്തെ ഓക്കെ, ഈ കാണുന്ന റെക്റ്റാങ്കിളിന്റെ ഈ കറസ്പോണ്ടിങ് y വാല്യൂ എന്താണെന്ന് വെച്ചാൽ മൈനസ് റൂട്ട് ഓഫ് എക്സ് കിട്ടും. അതുപോലെ ഈ റെക്റ്റാങ്കിളിന്റെ കറസ്പോണ്ടിങ് ഈ വാല്യൂ എന്താണെന്ന് വെച്ചാൽ മൈനസ് റൂട്ട് ഓഫ് എക്സ് കിട്ടും, y ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എക്സ്. ഇതിന്റെയും കറസ്പോണ്ടിങ് എന്താ വെച്ചാൽ y ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എക്സ്. സോ ഇതിനെല്ലാം ഒരു മൈനസ് സിമ്പിൾ ഉണ്ട്. സോ സൈൻ വെച്ച് നോക്കിയാലും ഇല്ല, നിങ്ങൾ കണ്ണ് തുറന്ന് ലോജിക്കലി നോക്കിയാലും നിങ്ങൾക്ക് ആ ഹൈറ്റ് എന്തോന്ന് മനസ്സിലാവും? 2 റൂട്ട് ഓഫ് എക്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അത് മനസ്സിലായാൽ മതി. അതായത് ലോജിക്കലി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് എന്തോന്നാന്ന് മനസ്സിലായി? 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ആണെന്ന് മനസ്സിലായേ? അല്ല, നിങ്ങൾ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സൈൻ ഉപയോഗിക്കാം. സൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതായത് പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ഹൈറ്റ് കിട്ടും. മനസ്സിലായോ? അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? ലെഫ്റ്റ് പാർട്ടിന്റെ ഏരിയ കിട്ടി. ഓക്കെ, ഒരു സമാധാനം കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ചിലപ്പോൾ ഒരു ഇച്ചിരി സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും സൈനിന്റെ കാര്യം വന്ന്. കാരണം നിങ്ങൾക്കെല്ലാം എനിക്ക് മനസ്സിലായി, ലോജിക്കലി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഓരോന്നിന്റെ ഹൈറ്റ് 2 റൂട്ട് ഓഫ് എക്സ് ആണ്. പക്ഷെ സൈനിന്റെ കാര്യം വന്നാൽ ചിലർക്ക് കൺഫ്യൂഷൻ തോന്നി, എങ്ങനെയാണ് ഈ കാണുന്ന ഇക്വേഷൻ ഇവിടെ വന്നേക്കുന്നതെന്ന്. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് എന്നുള്ളത് എടേ സിമ്പിൾ ആടേ. അതായത് എന്താണ് ഈ കാണുന്നത്? ഇതാണ് ലോവസ്റ്റ് പോയിന്റ്, ഇതാണ് ഹയസ്റ്റ് പോയിന്റ്. ഇപ്പൊ ഈ ആക്ച്വൽ ലെങ്ത് കിട്ടാൻ നമ്മൾ എന്ത് വേണം? ലോവസ്റ്റ് പോയിന്റ് ഹയസ്റ്റ് പോയിന്റ് മൈനസ് ലോവസ്റ്റ് പോയിന്റ് അല്ല ചെയ്യേണ്ടുന്നത്. ഹയസ്റ്റ് പോയിന്റ് എന്താ? പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ലോവസ്റ്റ് പോയിന്റ് എന്താ? മൈനസ് റൂട്ട് ഓഫ് എക്സ്. സോ ഹയസ്റ്റ് പോയിന്റ് മൈനസ് ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് എന്ന് വരും. അപ്പൊ എന്ത് കിട്ടും? 2 റൂട്ട് ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ കാണുന്ന ഡി എക്സ് കോമൺ വിഡ്ത്ത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയ ഓക്കെ ആയി. ഇപ്പൊ എനിക്ക് സമാധാനം, എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇനി റൈറ്റ് സൈഡ് നോക്കാം നമുക്ക്. റൈറ്റ് സൈഡ് ആരാണ്? ഇത്രയും പാർട്ട്. ഏത്? ഇവിടം തൊട്ട് അങ്ങോട്ട് ഓൾറെഡി നമുക്ക് മനസ്സിലായല്ലോ. ലോവർ ലിമിറ്റ് ആരാണ്? y ഈക്വൽ ടു 1 അല്ല x ഈക്വൽ ടു 1. ഓക്കെ, വേണ്ട, x ഈക്വൽ ടു 1. അപ്പർ ലിമിറ്റ് ആരാണ്? 4. അല്ലാതെ ഇവിടം തൊട്ട് ഇവിടം വരേക്കാണ്. കണ്ടോ? ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരേക്ക്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആരാ? 4. അപ്പൊ നമുക്ക് ലിമിറ്റ് മനസ്സിലായി, 1 തൊട്ട് 4 വരെയാണ്. ഇവിടുത്തെ അപ്പർ കർവ് ആരാണ്? അതായത്
ഈ കാണുന്ന കർവിലെ ഓരോന്നിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്തായിരിക്കും? പ്ലസ് റൂട്ട് ഓഫ് എക്സ്. പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഹൈറ്റ് എന്തായിരിക്കും? പ്ലസ് റൂട്ട് ഓഫ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ കാര്യം തന്നെ ഈ കാണുന്ന റെഡിഷ് ലൈൻ എടുത്തെന്ന് വെച്ചാൽ, റെഡിഷ് ലൈൻ എടുത്താൽ ഇതിന്റെ ഓരോന്നിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്തായിരിക്കും? ഓക്കെ, ഈ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ x-2. ഇതിന്റെ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ x-2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹയസ്റ്റ് പോയിന്റ് മൈനസ് ലോവസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇത് ഇത്രയും പാർട്ടിന്റെ മാത്രമാണെന്നേ പറയുന്നത്. ഇതിന്റെ ഹയസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് റൂട്ട് ഓഫ് എക്സും ലോവസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ x-2. സോ ആ നേരെ കൊണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നേരത്തെ റൂട്ട് തന്നെ കിട്ടി. ഇതാണ് ടോട്ടൽ ഏരിയ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ എന്തുമാത്രം സമയം എടുത്ത് അല്ലേ? എന്തുമാത്രം സമയം എടുത്ത്. അതായത് ഇതിനെ തന്നെ മൂന്ന് പോലെ മുറിച്ച് അതിനെ തന്നെ രണ്ടാക്കി മുറിച്ച് നടുക്കൂടെ ഒരു വര വരച്ച് പിന്നെ എന്താന്നൊക്കെ പരിപാടി ചെയ്തേ അല്ലേ? ഇത് ഇച്ചിരി ചടങ്ങ് പിടിച്ച പരിപാടിയാ. പക്ഷേങ്കിൽ ഇതിനെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. എല്ലാത്തിനും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഏറെക്കുറെ മിക്കവാറും കുറെ ഫംഗ്ഷൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മളിപ്പോ ഈ റെക്ടാങ്കിളുകളെ ഇങ്ങനെ മേളിയും താപോട്ടല്ല വരച്ചാൽ പല റെക്ടാങ്കിളുകളെ ഇങ്ങനെ വരച്ചാലോ? വരച്ച് നോക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ മെത്തേഡ് ആണ്. നമ്മൾ റെക്ടാങ്കിളുകളെ അങ്ങോട്ട് വരിക. അപ്പൊ ഇവിടെ ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, പകരം ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഈ എൻ്റയർ ഫംഗ്ഷൻ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ലെഫ്റ്റ് ഫംഗ്ഷൻ ആരാ? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞ കർവ്. റൈറ്റ് ഫംഗ്ഷൻ ആരാ? എക്സ് ഈക്വൽ ടു y+2 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ. നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഹൊറിസോണ്ടലി കൊച്ചു കൊച്ചു റെക്ടാങ്കിളുകളാക്കി മുറിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ വെർട്ടിക്കലി ഇവിടെ മുറിച്ചപ്പം ഈ ഓരോന്നിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാലും dx ആയിരിക്കും. മനസ്സിലായോ? ഓരോന്നിന്റെ വിഡ്ത്തും dx ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയില്ല. ഇത് x ആക്സിസ് ആണ്. അപ്പൊ അതിനെ ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു പീസുകളാക്കി മുറിച്ചാൽ dx ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇത് y ആക്സിസ് ആണ്. അപ്പൊ y ആക്സിസിനെ കൊച്ചു കൊച്ചു പീസുകളാക്കി മുറിക്കുമ്പോൾ dy ആണ്. സോ ഇനി എല്ലാം y ന്റെ ടേമിലായിരിക്കും. ഓക്കെ, നമുക്ക് നേരത്തെ വന്നിട്ട് 3 എണ്ണം ഇല്ല, 2 എണ്ണേ ഉള്ളൂ. ഒരു ലെഫ്റ്റ് പാർട്ടും ഒരു റൈറ്റ് പാർട്ടും. ഓക്കെ, നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടുന്നത്? സെയിം ഈ ഏരിയ. എന്ത് കണ്ട ഈ ഇത്ര ഏരിയ ആണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് വേണ്ടുന്നത് ഈ എൻ്റയർ ഏരിയ ആണ്. ഓക്കെ, നമുക്ക് പണി തുടങ്ങാം. നമ്മൾ ഓൾറെഡി നമുക്ക് ഇതിന്റെ ഏരിയ ബിറ്റ്വീൻ ദ കർവ് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതായത് ഈ റൈറ്റ് സൈഡിലുള്ള കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ലെഫ്റ്റ് സൈഡിലുള്ള കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ഇട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ പാർട്ട് മാത്രം കിട്ടും. മനസ്സിലായോ? ഇവിടെ ഏരിയ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും തെറ്റാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, ഈ റൈറ്റ് സൈഡിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ വലത്തോട്ടുള്ള ഏരിയ അല്ല. ഈ ലൈനും നമ്മുടെ y ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ഏരിയ എന്താന്ന് ചോദിച്ചാൽ ഈ പാർട്ട് എക്സാക്ട് പറഞ്ഞാണ്ട റൈറ്റ് അല്ല, എക്സാക്ട് പറഞ്ഞ ഈ പാർട്ട്. ഓക്കെ, നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു y+2ഉം നമ്മുടെ y ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന എന്ത് ഏരിയ? ഏത്? നമ്മളൊരു ഇന്റർവെല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ, എന്ത് -1 2 +4 അത്രയും കണ്ടല്ലേ നമ്മുടെ ഇന്റർവെല്. -1 2 +2. ഓക്കെ, അതാണ് നമ്മുടെ ഇന്റർവെല്. -1 2 +2. ഓക്കെ, അപ്പം അതാണ് ആക്ച്വലി ഈ കാണുന്ന. അല്ലാതെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഈ കാണുന്ന റൈറ്റ് ലൈൻ, ഈ കാണുന്ന റെഡിഷ് ലൈനിന്റെ വലത്തോട്ടുള്ളതാണ്. ഓക്കെ, അത് നമ്മുടെ എക്സ് ആക്സിസിന്റെ കേസിൽ ശ്രദ്ധിച്ചോ. നമുക്ക് ഇവിടെ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ 2 പ്ലേ ബട്ടൺ ആഡ് ചെയ്ത് ഇവിടെ ഏരിയ ഉണ്ടെന്ന കർവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാർട്ട് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഏരിയ, ഈ കാണുന്ന പാർട്ട് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഏരിയ, ഇതിന്റെ ടോട്ടൽ കണ്ടോ? എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നയാ. ഓക്കെ, ഏരിയ ഉണ്ടാകുന്ന കർവ് എന്ന് പറയുമ്പോൾ ഈ പാർട്ട് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത്, ഈ ബ്ലൂ പാർട്ട് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത്, രണ്ടും കൂടെ കൂട്ടിയത്. റൈറ്റ് സൈഡിൽ നോക്കിയാൽ സെയിം സാധനം കണ്ടില്ലേ? ഈ കാണുന്നത് എക്സ് ആക്സിസ് ആയിട്ട്, ഈ കാണുന്നത് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കിയത്. കണ്ടില്ലേ? ഈ ഓറഞ്ച് ഫംഗ്ഷൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കിയത്, അതുപോലെ ഈ പിങ്ക് കളറിലിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കിയത്. സോ ബേസിക്കലി ഇവിടെ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അത് മറക്കല്ലേ. അതുപോലെ ഇവിടുത്തെ കേസ് വന്നാലും y ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം ചിലർക്ക് തെറ്റിപ്പം വളരെ എളുപ്പമാണ്.
ഇവിടുത്തെ ഏരിയ ഉണ്ടല്ല കർവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതാണ് നമ്മുടെ ഈ റെഡിഷ് ലൈൻ, അതായത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തെങ്കിൽ അതിന്റെ ഏരിയ ഉണ്ടല്ല കർവ്. കാരണം ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണല്ലോ ലൈൻ എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ ഇതിനെ വലത്തോട്ടാണെങ്കിൽ തെറ്റിദ്ധരിക്കും ഇതിന്റെ താഴോട്ടുള്ളതാണ്. പക്ഷെ അതല്ല, അത് വൈ ആക്സിസോയിഡ് ഉണ്ടാക്കുന്നതാണ് ആക്ച്വലി. ഏത്? ഈ പാർട്ട്. ഓക്കെ, ഈ പാർട്ട്. ഇനി ഈ കാണുന്ന ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഈ കാണുന്ന ബ്ലൂ കർവ് ഉണ്ടല്ലോ, അത് നമ്മുടെ വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. കണ്ട, വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്നത് കണ്ട. ഇത്രയേ ഉള്ളൂ സാധനം. നമുക്ക് വേണ്ടുന്ന റിക്വേർഡ് ഏരിയ ഇത്. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ട, ഈ റൈറ്റ് സൈഡിലുള്ള ഇത്രയും പാർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും പാർട്ട് മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, ഈ കാണുന്ന ഇത്രയും പാർട്ടിൽ നിന്ന് നമുക്കത് ഇത്രയും പാർട്ട് മൈനസ് ചെയ്ത് കളയണം. കണ്ട, ഇത്രയും പാർട്ട് മാത്രം നമുക്ക് മൈനസ് ചെയ്ത് കളയണം. ആൻഡ് ഇത്രയും പാർട്ടിന്റെ ഏരിയ എന്തോന്നാ? ഇതല്ലേ. സോ ബേസിക്കലി റൈറ്റ് മൈനസ് ലെഫ്റ്റ്. ഇത് കമ്പാരറ്റീവ്ലി വളരെ സിമ്പിളാ. കണ്ടില്ലേ? അതായത് ഇവിടെ ടോപ്പ് ബോട്ടം, ടോപ്പിന് തന്നെ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം, അങ്ങനൊന്നും ഇല്ല. റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് എടുക്കുക. ഇവിടുത്തെ റൈറ്റ് എന്തോന്നാ? റൈറ്റ് ഫംഗ്ഷൻ വൈ പ്ലസ് ടു അല്ലേ? കണ്ടേ, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ടു. ലെഫ്റ്റ് എന്തോന്നാ? വൈ സ്ക്വയർ കോമൺ ആയിട്ട് ഇൻറ്റു ഡി വൈ. കാരണം ഓരോ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ ഡി വൈ ആണല്ലോ അല്ലേ? ഇന്റർവെൽ ഉണ്ടല്ലോ -1 തൊട്ട് 2 വരെ. എന്തിന്റെ? വൈയുടെ ഇന്റർവെല്. കണ്ടോ നോക്ക്, ഇവിടെ വൈ എന്തോന്നാ? 2. ഇവിടെ വൈ എന്തോന്നാ? -1. സോ വൈയുടെ ഇന്റർവെല്ല ഇവിടെ മൊത്തം എടുക്കുന്നത്. ഇവിടെ മൊത്തം വൈ കറസ്പോണ്ടിങ് ആയിട്ടാ. തൊട്ട് മുമ്പ് ഇവിടെ എന്താ ചെയ്തേ? ഇവിടെ എല്ലാം എക്സ് കറസ്പോണ്ടിങ് ആയിട്ടാ. കണ്ടില്ലേ? എക്സിന്റെ ഇന്റർവെല് 0 തൊട്ട് 1 വരെ, 1 തൊട്ട് 4 വരെ. കണ്ടേ, 0 തൊട്ട് 1 വരെ, 1 തൊട്ട് 4 വരെ. അതുപോലെ ഡി എക്സ്, ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് ഡി എക്സ് വിട്ട് സ്പ്ലിറ്റ് ചെയ്ത റെക്ടാങ്കിൾ, അങ്ങനല്ല. പക്ഷെ ഇവിടെ വരുമ്പോ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് വൈയുമായിട്ട് റിലേറ്റഡാ. ഡി വൈ, വൈയുടെ എന്ത് ലിമിറ്റ്, അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത ഓരോ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി വൈ. ഓക്കെ, എക്സാക്ട്ലി ഇപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കറക്റ്റ് ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ ഈ സെക്കൻഡ് ഈ ഹൊറിസോണ്ടൽ പാർട്ട് വെച്ച് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് എഴുതിയ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച ജസ്റ്റ് റൈറ്റ് ആൻഡ് മൈനസ് ലെഫ്റ്റ്. പക്ഷെ മേളിൽ എന്താ ചെയ്തേ? മേളിൽ ടോപ്പ് ബോട്ടം, ആ ടോപ്പ് തന്നെ രണ്ടായിട്ട് മുറിക്കണം. എന്നിട്ട് ടോപ്പിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഏരിയ, എന്നിട്ട് സെക്കൻഡ് പാർട്ടിന്റെ ഏരിയ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കുറെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ലെഫ്റ്റ് പാർട്ട് റൈറ്റ് പാർട്ട്. അത് നല്ല സമയം പിടിച്ചു. ഇത് പക്ഷെ കണ്ടോ, സിമ്പിളായിട്ട് കിട്ടി, റൈറ്റ് ആൻഡ് മൈനസ് ലെഫ്റ്റ്. സോ നിങ്ങൾക്ക് ആ ഏരിയ ഉണ്ടല്ല കർവിന് പകരം ഏരിയ ബിറ്റ്വീൻ ദ കർവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കിട്ടിയില്ലേ? അതാണ് ബേസിക്കലി സംഭവം, വേറൊന്നുമില്ല.